പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വിക്രം വീട്ടിൽ വന്നിട്ട് ഇന്ന് പണിക്കർ ഡോക്ടർ വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞു ഡോക്ടർ? അനിയൻകുട്ടന് ഉടനെ തന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തായാലും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ തന്നിട്ടുണ്ട്, പതുക്കെ കൊണ്ടുമാറും. പിന്നെ അനിയൻകുട്ടന് നന്നായിട്ട് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ കുറയണം, അതിനുള്ള മെഡിസിനൊക്കെ തന്നേക്കെന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, ഇന്ന് തോട്ടത്തിൽ കുറേ വിശേഷങ്ങളുണ്ട്. അപ്പം എന്താണെന്ന് വിക്രം ചോദിക്കുകയാണ്. പുതിയ മാനേജർ വന്നിട്ടുണ്ട്, നല്ലൊരാളാണെന്നാണ് തോന്നുന്നതെന്ന് പറയാണ്. അതോ ഇത് പഴയ പോലുള്ള ആളാണോ എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം. ഇപ്പം ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ട് ആ പഴയ ജോബിയുടെ സ്വഭാവം തന്നെ കാണിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വേദ പറയുന്നുണ്ട്, എനിക്കങ്ങനെ തോന്നില്ല, കണ്ടിട്ട് വലിയ പ്രായമൊന്നുമില്ല, നല്ലൊരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെ ആണെങ്കിൽ ബംഗ്ലാവിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ച് ഞങ്ങളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച്, ഞങ്ങൾക്ക് സൽക്കാരവും അതേപോലെ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഇനിയിപ്പം കൂലി തരുമ്പം കവറിലിട്ട് അങ്ങ് കൊണ്ടുവന്ന് തന്നേക്കാം, അല്ലാതെ ക്യൂ നിന്ന് കൂലി വാങ്ങിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറയുന്നത്. പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വേദ പറയുകയാണ്. വിക്രം പറയുന്നുണ്ട്, അത് നിന്നെ അറിയാമെന്നല്ലേ നീ പറഞ്ഞത്, അത് വല്ലയിടത്തും കോളേജിലെങ്ങാനും നിൻ്റെ പുറകെ നടന്ന വല്ല കാമുകനോ ഓൺ സൈഡ് ലവോ എങ്ങാനോ ആയിരിക്കും എന്ന് പറയുകയാണ്. അങ്ങനൊന്നും അല്ല എന്ന് വേദ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഒരേപോലെ 7 പേരുണ്ടെന്നാണ് പറയുന്നത്. അപ്പം വേദ പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, ഒരേപോലെ 7 പേരൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇരട്ടകളോ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. അത് ഒരമ്മയുടെ വയറ്റിൽ വന്നതല്ലേ, അതുകൊണ്ടാണ് എന്ന് പറയാണ്. അങ്ങനെ അവരതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അവസാനം വേദ പറയുന്നുണ്ട്, ഇത്രയും മണ്ടനായി പോയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം വിക്രമാണെങ്കിൽ വേദയെ അടിക്കാൻ വേണ്ടി ഓട്ടിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. കുറച്ചതിന് ശേഷം വിക്രം ഇങ്ങനെ പുറത്തേക്ക് നോക്കി അവിടെ ഇങ്ങനെ വന്ന് ഇരിക്കുകയാണ്. അപ്പം വേദ അങ്ങോട്ട് വരുന്നുണ്ട്. വേദ വന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട്, അതെ വിക്രം, ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചേ, എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് മോളി ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞ്, ആ ജോബിയാണെങ്കിൽ നമ്മളത്ര നിസ്സാരമായിട്ട് വിടേണ്ട കാര്യമൊന്നുമില്ല, അവനെ ഈ ജോലിയിൽ നിന്ന് തന്നെ നമ്മൾ തെറപ്പിച്ചു, അപ്പം അവൻ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ എന്ന് വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയാണ്, എനിക്കും തോന്നുന്നില്ല, അവൻ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കും. അപ്പം അച്ഛനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. ഇപ്പം ജോബി ഓരോരോ പ്രശ്നമായിട്ട് വന്നാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, ഇവിടെ ആണെങ്കിൽ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, ഇവിടെ തന്നെ നിൽക്കാൻ, ഇനി എങ്ങോട്ടും ഓടണ്ട, എങ്ങോട്ട് ഓടിയാലും കുറേ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്ന് അച്ഛൻ പറഞ്ഞ കാര്യം വിക്രം വേദയെടുത്ത് പറയാണ്. അപ്പം വേദ പറയാണ്, മോളി ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞു വിക്രം എന്ന് പറയാണ്. അപ്പം വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ അത്? ഈ തോട്ടത്തിന് ഈ തേയിലയുടെ ഇടയ്ക്ക് തന്നെ ഈ കുന്നുംപുറത്ത് ആളൊഴിഞ്ഞ് ഈ വീട്ടിൽ നമ്മൾ താമസിക്കേണ്ട, ലയത്തിലേക്ക് താമസം മാറ്റാൻ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിക്രം ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട്. അതൊക്കെ നടക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വേദ പറയാണ്, അത് നമ്മൾ പുതിയതായിട്ട് വന്ന മാനേജറുമായിട്ട് സംസാരിക്കണമെന്നാണ് മോളി ചേച്ചി പറഞ്ഞേക്കുന്നത്. എന്നോട് കുറേ വട്ടം സംസാരിക്കാൻ പറഞ്ഞ്, എനിക്ക് വയ്യെങ്കിൽ ചേച്ചി സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് മാനേജറുമായിട്ട് സംസാരിച്ചാൽ പുതിയ ലയം അനുവദിച്ച് തരുമെന്ന്. അവിടെ ആകുമ്പോൾ ചുറ്റിനും ആളുണ്ട്, അങ്ങോട്ട് താമസം മാറാനാണ് ചേച്ചി പറഞ്ഞേക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട് കിടക്കുമ്പം എന്തെങ്കിലും ജോബി എന്തെങ്കിലും പണി കാണിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ വിളിക്കാൻ പോലും ആരും ഇല്ലല്ലോ എന്നാണ് മോളി ചേച്ചി പറയുന്നത്. ഞാനും ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നിയെന്ന് വേദ പറയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാണ്, അത് ശരിയാണ് മോളി ചേച്ചി, ആ പറഞ്ഞ കാര്യം ശരിയാണ്, ഇവിടെ അങ്ങ് നമുക്കൊരാവശ്യം വന്നാൽ വിളിക്കാൻ പോലും ആരില്ല, പക്ഷേ ഇവിടെ ഇരിക്കുന്നൊരു സ്വസ്ഥതയും ശാന്തതയും വേറെ എങ്ങോട്ട് പോലും കിട്ടത്തില്ല എന്ന് വേദയെടുത്ത് വിക്രം പറയാണ്. അപ്പം വേദ പറയാണ്, അതൊക്കെ ശരി തന്നെ, പക്ഷേ നമ്മൾ ആ മോളി ചേച്ചി പറഞ്ഞ കാര്യം അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. നമ്മളിവിടെ ഒറ്റയ്ക്ക് നമുക്കൊരാവശ്യത്തിന് വിളിക്കാൻ പോലും ആരുമില്ല. അവിടെയൊക്കെ ആണെങ്കിൽ മോളി ചേച്ചിയും അതേപോലെ പലരും അറിയാവുന്നവരുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് മാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വിക്രം പറയുന്നുണ്ട്, നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം, അത് ശരിയേ, മോളി ചേച്ചി പറഞ്ഞാൽ ഇത് ശരിയുണ്ട്, നമുക്ക് നാളെ തന്നെ മാനേജറടുത്ത് പോയി സംസാരിച്ചോളൂ എന്ന് വേദ ചോദിക്കുന്നുണ്ട്. അപ്പം വിക്രം പറയുന്നുണ്ട്, ശരി തന്നെ, നാളെ തന്നെ പോയേക്കാം എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. വേദ പറയാണ്, വിക്രം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഇവിടെ കിട്ടുന്ന ഒരു സമാധാനവും ശാന്തതയും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ വേറെ എങ്ങും കിട്ടത്തില്ല എന്ന് വേദ പറയാണ്. അപ്പോൾ വിക്രമാണെങ്കിൽ വേദയെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, ഇതേപോലെ ചേർന്നിരിക്കാനും പിന്നെ നല്ലൊരു അന്തരീക്ഷത്തിൽ പ്രണയിക്കാനൊക്കെ ഉള്ള സ്ഥലം വേറെ എവിടെ കിട്ടാനാണ്, ഇങ്ങനെ ആളൊഴിഞ്ഞ് നമ്മൾ മാത്രമുള്ള ഒരു സ്ഥലം വേറെ എങ്ങും കിട്ടത്തില്ല എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കുറേ നേരം ഇരുന്ന് സംസാരിക്കുകയാണ്. അതിനുശേഷം രാവിലെ തന്നെ അവർ റെഡിയായി മാനേജറിനെ കാണാൻ പോകുന്നുണ്ട്. അവിടെ കോട്ടേഴ്സിലേക്ക് ചെല്ലുമ്പോൾ സന്തോഷം ചായ കുടിക്കുകയാണ്. കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്ന് രണ്ടുപേരും നടന്നു വരുന്ന കാണുന്നുണ്ട്. അങ്ങനെ സന്തോഷം അങ്ങോട്ട് നോക്കുമ്പോൾ
വിക്രവും വേദയും. അപ്പം വേദ സാരിയൊക്കെ ഉടുത്താണ് വരുന്നത്. അതേപോലെ കൂടെ വിക്രമും ഉണ്ട്. അപ്പം അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് വിക്രത്തിനെ കാണുമ്പോൾ തന്നെ സന്തോഷിന് ആളെ പിടികിട്ടുന്നുണ്ട്. അടുത്തേക്ക് വരുമ്പോൾ തന്നെ സന്തോഷ് ഇങ്ങനെ സംശയത്തോടെ നോക്കുകയാണ്. വേദയ്ക്കാണെങ്കിൽ ഇപ്പോഴും ആളാരാന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ വിക്രത്തിന് സന്തോഷിനെ കാണുമ്പം തന്നെ എവിടെയോ കണ്ടൊരു ഓർമ്മയുണ്ട്. പക്ഷേ വിക്രത്തിനും അത്ര അങ്ങോട്ട് പിടികിട്ടുന്നില്ല. അപ്പം ഇവരെ കണ്ടോടനെ സന്തോഷ് പറയാണ്, ഞാൻ അന്നേ പറഞ്ഞില്ലയോ ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്, എനിക്ക് എവിടെയോ ഒരു പരിചയമുണ്ടെന്ന്. ഇപ്പോഴാണ് മനസ്സിലായത്, ഇയാളുടെ ഭാര്യയാണില്ലേ. സന്തോഷ് ചോദിക്കുന്നുണ്ട്, എന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, ഓരോ ഓർമ്മയില്ല, എവിടെയോ കണ്ടൊരു പരിചയം മാത്രം, അത്രേ ഉള്ളെന്ന് പറയാണ്. തനിക്കോടോ എന്ന് ചോദിക്കുന്നുണ്ട് വിക്രത്തിൻ്റെ അടുത്ത്. അപ്പോൾ വിക്രവും ഒന്നും മിണ്ടാതിരിക്കുകയാണ്. താൻ ഓർക്കത്തില്ല, പക്ഷെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല തന്നെ. താൻ കാരണം എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞിട്ടുണ്ട്. തനിക്ക് ഓർമ്മയുണ്ടോ? വിവാഹ ദിവസം താനൊന്ന് ആലോചിച്ച് നോക്കേ. ഈ കുട്ടിയെ താൻ കല്യാണം കഴിച്ച ആ അമ്പലമുറ്റം ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയുകയാണ്. അന്ന് എൻ്റെ ഒരു വിവാഹം അവിടെ നടക്കാൻ ഒരുങ്ങി. ആ വിവാഹത്തിലാണ് തന്നെ ആദ്യമായിട്ട് ഞാൻ കാണുന്നതും ഈ കുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതും. ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അമ്പലത്തിൽ കെട്ടാൻ സന്തോഷം വരുന്നതും അപ്പം വിക്രം വന്ന് തടയുന്നതും അവസാനം വേദ ചോദ്യം ചോദിക്കുന്നതും ചെന്ന് വേദയെ താലി കിട്ടുന്നതൊക്കെ വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്. അന്ന് ആ മുറ്റത്ത് വെച്ചാണ് നിങ്ങളുടെ വിവാഹവും നടന്നത്, ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അന്ന് എൻ്റെ വിവാഹത്തിനാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത്, ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അന്ന് ഇയാളവിടെ വന്നത് എൻ്റെ വിവാഹം മുടക്കാനായിരുന്നെന്ന് പറയുകയാണ്. വേദയ്ക്ക് വിക്രത്തിന് എല്ലാ കാര്യവും ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടെ ചവിട്ടി നശിപ്പിച്ച എൻ്റെ ജീവിതമാണ്, എൻ്റെ സ്വപ്നങ്ങളാണ് എല്ലാം തകർത്തെറിഞ്ഞെന്ന് പറയുകയാണ് ഇയാൾ. ഇന്ന് താൻ കാരണം എൻ്റെ വിവാഹത്തിൻ്റെ അന്ന് തന്നെ എൻ്റെ ഭാര്യയായിട്ട് പിരിഞ്ഞതാണ്. പിന്നെ ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അതിനെല്ലാം താനാണ് കാരണം. താൻ അന്ന് കാണിച്ച ക്രൂരതയുടെ ഫലമാണ് ഞങ്ങളുടെ ജീവിതം ഈ ഗതിയിലായത് എന്ന് പറയാണ്. എൻ്റെ ജീവിതം ഈ നശിക്കാനുള്ള ഒറ്റ കാരണം താൻ തന്നെയാണ്. താനൊരു കറുത്ത നിഴലായി എൻ്റെ ജീവിതത്തിലേക്ക് അന്ന് കടന്നു വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം ഒരിക്കലും സന്തോഷമില്ലാതെ ഇങ്ങനെ പല വഴിക്കായതെന്ന് പറയുകയാണ്. ഇന്ന് വരെ എൻ്റെ ഭാര്യയോട് ഒന്ന് സന്തോഷത്തോടെ സംസാരിക്കാൻ ഞങ്ങൾക്കൊരു കുടുംബജീവിതം ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല എന്ന് പറയണം. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വേദയും വിക്രം ഞെട്ടുന്നുണ്ട്. എന്നിട്ട് താൻ അന്ന് എന്നോടുള്ള വാശിക്ക് പുറത്ത് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഈ നാട്ടിൽ വന്ന് സുഖമായിട്ട് ജീവിക്കുന്നു. താൻ കാരണം ഞങ്ങളുടെ ജീവിതം നശിച്ചു എന്ന് പറയാണ്. പിന്നെ ഇനി എൻ്റെ മുന്നിൽ താൻ വന്നു പോവല്ലേ എന്ന് പറയണം. അപ്പം വേദയാണെങ്കിൽ സന്തോഷം എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഉടനെ മാനേജർ തിരിഞ്ഞു നിന്നിട്ട് പറയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടേക്ക് ഇനി താൻ വന്നു പോവല്ലേ, താനും തൻ്റെ ഭർത്താവും ഇനി എൻ്റെ ഈ കോട്ടേഴ്സിലേക്ക് വന്നു പോവല്ലേ, നിങ്ങളെ എനിക്ക് കാണിയും വേണ്ട പറഞ്ഞ് സന്തോഷമാണെങ്കിൽ അങ്ങ് നടന്നു പോവുകയാണ്. അപ്പോൾ വേദ പുറകെ വിളിക്കുന്നുണ്ട്. സന്തോഷ് മൈൻഡ് പോലും ചെയ്യാതെ കയറി പോവുകയാണ്. അങ്ങനെ അകത്ത് കയറി ഡോറടയ്ക്കുകയാണ്. അപ്പോഴത്തേക്ക് വിക്രത്തിനും വേദയ്ക്കും ഭയങ്കര വിഷമമാവുന്നുണ്ട്. വിക്രം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, എന്തായാലും ചെയ്ത പാപങ്ങളുടെ ഫലം അനുഭവിച്ചല്ലേ തീരത്തുള്ളൂ വിക്രം. ഇപ്പം പശ്ചാത്താപിക്കുന്നുണ്ടല്ലോ, ഇനി അതിനുള്ള പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തണം എന്ന് പറയാണ്. അങ്ങനെ അതിന് ശേഷം വിക്രം നേരെ പള്ളി പോവുകയാണ്. പള്ളിയിൽ ചെല്ലുമ്പോഴത്തേക്ക് മൈക്കിൾ അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്ന് ഞാൻ കാരണമാണ് അവരുടെ ജീവിതം നശിച്ചത് എന്ന് വിക്രം പറയുകയാണ്. അപ്പം മൈക്കിൾ അച്ഛൻ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് വിക്രത്തിനോട് പറയാണ്, താനാണ് അവരുടെ ജീവിതം തല്ലിക്കെടുത്തത്, അതുപോലെ തന്നെ താൻ തന്നെ അത് കൂട്ടിച്ചേർക്കുകയും വേണം എന്ന് പറയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ അച്ഛനെ നോക്കുവാണ്. മനസ്സിലായില്ല, താൻ കാരണം ഒരാളുടെ ജീവിതം നശിച്ചാൽ താൻ കാരണം തന്നെ ആ ജീവിതം പഴയതുപോലെ കെട്ടിപ്പൊക്കി കൊടുക്കണം, അതാണ് തൻ്റെ ഉത്തരവാദിത്വം. എന്തായാലും വാ, ദൈവഹിതം എന്താണെന്ന് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ വിക്രത്തിനെ വിളിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോവാണ്. അതിനുശേഷം അച്ഛൻ കുറേ പ്രാർത്ഥനയൊക്കെ നടത്തിയതിന് ശേഷം ബൈബിൾ എടുത്ത് നോക്കുന്നുണ്ട്. ദൈവഹിതം എന്താണെന്ന് അറിയണ്ടേ വിക്രത്തിൻ്റെ ഈ മുന്നോട്ടുള്ള പോക്കും, അതേപോലെ ഇതിനൊരു പരിഹാരം വിക്രത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ മൈക്കിൾ അച്ഛൻ ബൈബിൾ എടുത്ത് നോക്കുന്നുണ്ട് പ്രാർത്ഥനയോടെ. എന്തായാലും വിക്രം ചെയ്ത പാപത്തിൽ ഒരിക്കലും സന്തോഷ് ക്ഷമിക്കാൻ തയ്യാറാവത്തില്ല എന്ന നിലപാടിൽ തന്നെ സന്തോഷ് നിൽക്കുകയാണ്.